ഓട്ടോയിൽ നിന്നിറങ്ങി ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞിട്ടും ആ സെക്യൂരിറ്റിക്കാരൻ കേൾക്കുന്നില്ല. ലെറ്റർ കാണിച്ചിട്ടും രക്ഷയില്ല. ഒടുവിൽ എൻ്റെ ആപ്ലിക്കേഷൻ കണ്ട് വിളിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് കാര്യം പറഞ്ഞു. ആ പെൺകുട്ടി സംസാരിച്ചപ്പോഴാണ് സെക്യൂരിറ്റിക്കാരൻ എന്നെ അകത്തേക്ക് പോകാൻ അനുവദിച്ചത്. എന്തായിരുന്നു എന്നെ തടയാനുണ്ടായ കാരണമെന്ന് ആ ചെറിയ കണ്ണുകളും കുറഞ്ഞ ഉയരവുമുള്ള സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചിരുന്നു. ഓട്ടോയിൽ വന്നതുകൊണ്ടാണ് അകത്തേക്ക് അനുവദിക്കാതിരുന്നതെന്ന് അയാൾ പറഞ്ഞു. മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണത്രേ. ആരാണാവൂ കണ്ണിൽ ചോരയില്ലാത്ത ഈ മുകളിലുള്ളവനെന്ന് ചിന്തിച്ച് ഞാൻ നടന്നു. ആദ്യ ഇൻ്റർവ്യൂവിൻ്റെ ആകാംക്ഷയും നെഞ്ചെടുപ്പുമൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ്. എന്നുവെച്ച് കിട്ടിയില്ലെങ്കിൽ ജീവിതം തുലഞ്ഞു പോകുകയൊന്നുമില്ല. നാട്ടിലുള്ള അച്ഛൻ്റെ ചായക്കട നോക്കി നടത്തിയിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയപ്പോൾ തന്നെ നഗരത്തിലെ വലിയ ഹോട്ടലിൽ മകന് മാനേജർ ജോലി കിട്ടിയെന്ന് കടയിൽ വരുന്നവരോടെല്ലാം വളരെ അഭിമാനത്തോടെ അച്ഛൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. അമ്മയാണെങ്കിൽ ഏതോ അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ആദ്യത്തെ ശമ്പളത്തിൽ ഏട്ടാ എനിക്കൊരു സൈക്കിളെന്ന് അനിയനും പറഞ്ഞു. എൻ്റെ മേലുള്ള അമിതമായ വിശ്വാസം കൊണ്ടാണോ, ഒരു ജോലി പ്രവേശനത്തിൻ്റെ പ്രക്രിയയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണോ ഇവരൊക്കെ ഇങ്ങനെയെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. ജോലിയുമായി ഞാൻ വരുന്നതും കാത്ത് ആ മനസ്സുകളെല്ലാം പൂമുഖത്ത് തന്നെ ഉണ്ടാകും. അതിനുമപ്പുറം ഒരു വിശ്രമം അച്ഛൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കട തുറന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന വിശ്വാസം അച്ഛൻ്റെ ഹൃദയത്തിൽ എൻ്റെ പേരിലുണ്ടാകണം. എത്രയെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും പേറി ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക. ഐ ഹാവ് ആൻ ഇൻ്റർവ്യൂ അപ്പോയിൻമെൻറ്റ്. റിസപ്ഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഹാളിലേക്ക് എന്നോട് പോകാൻ പറഞ്ഞു. അവിടെ ഇതേ ജോലി പ്രതീക്ഷിച്ച് 10-20 ആൾക്കാർ അക്ഷമരായി കാത്തിരിക്കുന്നുണ്ട്. അതിലൊരു കാത്തിരിപ്പായി ഞാനും ഇരുന്നു. അപ്പോഴാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ അകത്തിരിക്കുന്ന പാനലിൽ ഈ ഹോട്ടലിൻ്റെ മുതലാളിയെ ഉണ്ടെന്ന് അടുത്തിരിക്കുന്ന ആൾ അടക്കം പറഞ്ഞത്. ഓ അതെയോ എന്നും പറഞ്ഞ് ഞാനൊന്ന് അനങ്ങിയിരുന്നു. ക്രമത്തിലാണ് അകത്തേക്ക് വിളിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങി. എന്തായാലും 1 മണിക്കൂറോളം വേണ്ടിവരും എൻ്റെ ഊഴമെത്താൻ. ഞാൻ നടന്ന് വീണ്ടും ആ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്തേക്കെത്തി. ഇത്തവണ കണ്ടപ്പോൾ തന്നെ അയാൾ എന്നോട് സലാം കാണിച്ചു. ഞങ്ങൾ സംസാരിക്കും തോറും മനുഷ്യത്വമില്ലായ്മ അടർന്നു വീഴുന്ന ഒരു പാവമാണ് അയാളെന്ന് എനിക്ക് തോന്നി. ആള് നേപ്പാളിയാണ്. മലയാളവും ഹിന്ദിയും സംസാരിക്കുന്നുണ്ട്. 2.5 കൊല്ലമായി വീട്ടിലേക്ക് പോയിട്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിന്ന് ലീവ് കിട്ടില്ല പോലും. കൂടുതൽ അറിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു മാനസിക പ്രയാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഒരു യന്ത്രമായി മാറിയിരിക്കുന്നു. ജീവിതങ്ങളെല്ലാം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ജോലിയിൽ മുഴുകി മനസ്സൊരു മെഴുകുതിരി പോലെ കെട്ടുപോകും. തൻ്റെ കുടുംബത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് അടിമയാകുന്നവരും ഈ ലോകത്തിലേറെ ഉണ്ടെന്ന തെളിവായിരുന്നു ആ നേപ്പാളി. വർഷത്തിൽ ഒരാഴ്ച പോലും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? ഉള്ള ജോലി പോയാൽ മറ്റൊന്ന് കിട്ടാൻ വളരെ പ്രയാസമാണെന്ന സത്യം മനുഷ്യരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാക്കി തീർക്കുന്നത്. ഞാനും അടിമയാകാൻ വന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. തിരിച്ച് ആ ഇൻ്റർവ്യൂ ഹാളിലേക്ക് നടക്കുമ്പോൾ ജോലിയുമായി തീരെ ബന്ധമില്ലാത്ത മറ്റെന്തൊക്കെയോ ആയിരുന്നു ചിന്തിച്ചത്. എവിടെയും ജയിച്ചു വരുന്ന മകൻ്റെ മാനേജർ ജോലിയും സ്വപ്നം കണ്ട് ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർത്തതേയില്ല. ഓർത്താലും അതിന് പ്രസക്തിയില്ല. ഇൻ്റർവ്യൂവിനായി ഇവിടെ എത്തിച്ചേർന്ന നെഞ്ചെടുപ്പുകൾക്കെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. എൻ്റെ ചിന്തയിൽ മുഴുവൻ ആ നേപ്പാളിക്കാരൻ മനുഷ്യനെക്കുറിച്ചായിരുന്നു. ശ്യാം. ഹാളിലെത്തി അധികം വൈകാതെ എൻ്റെ ഊഴം വന്നു ചേർന്നു. ഫയലുമായി ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. ചോദ്യങ്ങളുമായി 4ഓളം പേരുണ്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ ഒരാൾ എന്നോട് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. എന്തിനെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളിലുണ്ടെന്ന് തോന്നുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റി എന്താണ്? എന്തുകൊണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി അനുകമ്പയാണെന്ന് ഞാൻ പറഞ്ഞുപോയി. ബി കൈൻഡ്, റൈറ്റ് എന്ന് പറഞ്ഞ് തമാശ കേട്ടതുപോലെ ആരോ ചിരിച്ചു. തുടർന്നും ചോദ്യങ്ങളുണ്ടായി. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഞാൻ അതിനെ ഒക്കെയും നേരിടുക തന്നെ ചെയ്തു. സങ്കല്പത്തിൽ നിങ്ങളാണ് ഈ ഹോട്ടലിൻ്റെ മുതലാളിയെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? അവസാനത്തെ ചോദ്യമായിരുന്നു അത്. ആ ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിൻ്റെ കർത്താവ് തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഉടമയെന്നും ഞാൻ ഊഹിച്ചു. ഉത്തരം പറയാൻ അപ്പോഴും എനിക്ക് ഏറെ നേരം ആലോചിക്കേണ്ടി വന്നില്ല. എൻ്റെ സെക്യൂരിറ്റിക്കാരന് 1 മാസത്തെ ലീവ് കൊടുക്കും. വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും എൻ്റെ തൊഴിലാളികൾക്ക് കുടുംബത്തോടൊപ്പം ചേരാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ആ സ്നേഹം ഞാൻ കാണിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ആത്മാർത്ഥമായ സഹകരണം എന്നോടുണ്ടാകും. ഐ ക്യാൻ ഗ്രോ മൈ ബിസിനസ്. കേട്ടവരാരും ഒന്നും മിണ്ടിയില്ല.
2.5 കൊല്ലമായി സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും പറ്റാത്തൊരു മനുഷ്യനായിട്ടാണ് ഈ ഹോട്ടലിൻ്റെ പ്രധാന കവാടത്തിലൊരു കാവൽക്കാരനെന്നുകൂടി ഞാൻ പറഞ്ഞു. ആ നേരം പാനലിൽ നിന്ന് ഒരു കോട്ട് എന്നോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ഇംഗ്ലീഷിൽ ആജ്ഞാപിക്കുകയായിരുന്നു. ഞാൻ അനുസരിച്ചു. ഇറങ്ങിപ്പോകുമ്പോൾ വലിയ നിരാശയൊന്നും തോന്നിയില്ല. എന്തോ മഹത്തായ കാര്യം ചെയ്തതുപോലെ മനസ്സ് ആഹ്ലാദിക്കുന്നു. വീട്ടിലേക്ക് എത്തുന്നതുവരെ മറ്റൊന്നിനെയും കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എപ്പോഴാണ് പോയി തുടങ്ങേണ്ടത്? അമ്മയാണ് ചോദിച്ചത്. ഉത്തരം പറയാനാകാതെ ഞാൻ വിഷമിച്ചു. വൈകുന്നേരം അച്ഛനും ചോദ്യം ആവർത്തിച്ചപ്പോൾ ജോലി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഞാൻ പറഞ്ഞു. നടന്നത് എന്താണെന്ന് മൊഴിഞ്ഞു. നല്ല കാര്യമല്ലേ പറഞ്ഞതെന്ന് അച്ഛൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. തുടർന്ന് കടയിലേക്ക് തന്നെ പോയി. കൃത്യം ആ നേരത്താണ് ഫോൺ ശബ്ദിച്ചത്. ശ്യാം, യു ആർ സെലക്റ്റഡ്. പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ. ഹോട്ടലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ച ആ പെൺകുട്ടിയായിരുന്നു. കേട്ടപ്പോൾ ത്രസിച്ചു പോയി. വളരെ ആകാംക്ഷയോടെ എന്നെ നോക്കുന്ന അമ്മയോട് എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും കോൾ വന്നത്. അറ്റൻഡ് ചെയ്തപ്പോൾ കാതുകൾക്ക് ഇരട്ടി മധുരം അനുഭവപ്പെട്ടു. ഗേറ്റിൽ എന്നെ തടഞ്ഞ ആ നേപ്പാളി സെക്യൂരിറ്റിക്കാരനായിരുന്നു മറുതലയ്ക്കൽ. ശമ്പളത്തോടു കൂടി 1 മാസം ലീവ് കിട്ടി പോലും. കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങുകയാണെന്ന് കൂടി അമിതമായ സന്തോഷത്തോടെ തപ്പിത്തടഞ്ഞ അയാൾ പറഞ്ഞു. കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ തുളുമ്പുന്ന കണ്ണുകളുമായി ഞാൻ ചിരിച്ചുപോയി. അതീവ സന്തോഷത്തോടെയാണ് സംസാരം നിർത്തി ഫോൺ വെച്ചത്. ഒന്നും പറയാതെ തന്നെ അമ്മ ആ നേരം എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്ത് സൂത്രാടാ നീ ആടെ പോയി കാട്ടിയത്? കേട്ടപ്പോൾ എൻ്റെ ചിരി കൂടുതൽ വിടർന്നു. അമ്മയ്ക്ക് മനസ്സിലാകുമോ എന്ന് പോലും ചിന്തിക്കാതെ ആ കാതുകളിൽ പതിയെ ആ സൂത്രം പറഞ്ഞു. ബി കൈൻഡ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.